എന്നെ ശല്യം ചെയ്തൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ഇവിടെ വേസ്റ്റാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇരിക്കാതെ. ഓക്കെ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാം. അപ്പൊ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ പറ്റുമോ? ക്ലോസപ്പിലൊന്നും എടുക്കട്ടെ. ഞങ്ങൾ അത് ഒത്തീർപ്പാക്കിയിട്ട് കാറിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴക്കാറുണ്ട്. അത്യാവശ്യം വൈകുന്നേരം കറണ്ട് പോകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ കറണ്ട് പോയില്ല, നല്ല മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ ഉത്സവം എന്തോ ഉണ്ട്, അതിൻ്റെ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. തോന്നിയ പോലെ തന്നെ എടുക്കാൻ നിന്റെ അച്ഛൻ വാങ്ങി വെച്ചോന്നല്ലാതെ ഓരോന്ന് വാങ്ങി കറണ്ട് ബില്ല് എത്രയാണ് വരുന്നത് അതിനൊക്കെ. തത്തേനെ ഒക്കെ സ്വന്തമായിട്ട് എടുത്തേക്ക്, കാരണം തത്തേൻ്റെ കട പോലെ എല്ലാം വാരിക്കോരി എടുക്കുന്നുണ്ട്. അക്കൊന്നും പറയുന്നില്ല അതിന്. തത്തേൻ്റെ പേരിലേക്ക് ഇത് മൊത്തത്തിൽ എഴുതി കൊടുക്കുന്നത്. ഞങ്ങളിവിടെ പാർട്ട് ടൈമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ ആര്യനുള്ളിൽ കയറ്റി. അക്കയ്ക്ക് വിശ്വാസം ആയതുകൊണ്ട് ആര്യൻ ഞങ്ങൾ ഉള്ളിൽ കയറ്റി. തത്തയാണെന്നുണ്ടെങ്കിൽ ബില്ല് കൊടുക്കാൻ വേണ്ടി മുട്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണക്കൂട്ടലൊക്കെ കൂട്ടി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർത്ത് ഞങ്ങൾ റൂമിലെത്തി. ഗൈസ് അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. പിന്നെ പരിപ്പും തക്കാളിയും മുളകിട്ടതും അതുപോലെ തന്നെ മുട്ടയും പൊരിക്കാനാണ്. ഞാൻ പേടിച്ചു പോയി. മുട്ടയും പൊരിക്കാനാണ് ഞാൻ വിചാരിച്ചത്. തത്ത കുളിച്ചിട്ട് ഇറങ്ങിയാണ്. ഒരു ഹൈ പറയും. ഓക്കെ, മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചോറ് ഇവിടെ ആവാനായിട്ടുണ്ട്. സോ ഇത് തക്കാളിയും പരിപ്പും കറി വെക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സോ ഞാൻ അതിന് മുമ്പ് ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ. ചോറായി. ഞങ്ങൾക്ക് 2 പേർക്കും ഇത്ര ചോറ് ധാരാളം. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് പൊരിക്കാനുള്ളത് ഇങ്ങനെ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കും. കാരണം നമുക്ക് അത്രയും പാത്രം കഴുകണ്ട, അത്രയും പാത്രം ലാഭമാണ്. ഇതിപ്പോൾ പരിപ്പ് വെച്ചിട്ടുണ്ട്, അതിന് ഈ പാത്രത്തിലേക്ക് വെക്കും. എല്ലാം നമ്മൾ ആദ്യം എടുത്ത് വെച്ച പ്രശ്നമില്ല. ഓക്കെ, അപ്പം ഒക്കെ ആയിട്ട് കാണാം. ഇതൊക്കെ ഇവിടെ ക്ലീനിങ്ങിലാണ്. അങ്ങനെ നമ്മുടെ പരിപ്പും തക്കാളിയും മുളകിട്ട കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചു. ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മുട്ട വെച്ചു. പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നു, കാരണം ഇവിടെ നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. അപ്പോൾ അത്രേ എടുത്തോളൂ. ലവ് യു ആൻഡ് ബൈ.